അസ്സലാമു അലൈക്കും. ഞാൻ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ ചെട്ടിനാടാണ്. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഗ്രേവി കിട്ടും നമുക്ക്. ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തത് കേക്ക് വൃത്തിയാക്കി വെച്ച ചിക്കനാണ്. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തുകൊണ്ട് മിക്സാക്കി വെക്കാം. ഇനി ഇത് നമുക്ക് പൊറാട്ടയ്ക്കും ചപ്പാത്തിക്കും പത്തിരിക്കും ചോറുക്കൊക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിത് മസാല പുരട്ടിക്കാണ്ടൊന്ന് വെക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ തക്കാളി 2 വലിയ തക്കാളിയാണ് എടുത്തത്, പിന്നെ 3 സവാള അരിഞ്ഞത്, പിന്നെ ഒരു പിടി തേങ്ങ ചിരകിയത്, പിന്നെ മല്ലി, വലിയ ജീരകം, ചെറിയ ജീരകം, കുരുമുളക് ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മളെ കുരുമുളകും മല്ലിയും വലിയ ജീരകം ചെറിയ ജീരകം ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ വറ്റൽമുളക് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ കരിവേപ്പില 2 തണ്ട്, പിന്നെ നമ്മൾ തേങ്ങ ചിരകി വെച്ചത് അത് ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്കത് മൂപ്പിച്ചെടുക്കണം. ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ വേണം നമ്മളത് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ. അത് മൂപ്പിച്ചെടുത്ത് നമ്മൾ കോരി എടുക്കുക. എന്നിട്ട് നമുക്കത് ചൂടാറിയതിന് ശേഷം നമുക്കത് മിക്സിൻ്റെ ജാറിലിട്ട് കാണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മളിത് അരച്ചെടുക്കണം. നമ്മൾ തേങ്ങ ചിരകിയതും ചേർത്തിട്ടുണ്ട്. നമുക്കിത് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മളത് ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കണം. അധികം തീ കുറച്ചുകൊണ്ട് വേണം നമ്മളിത് കോരിയെടുക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അല്ലെങ്കിൽ തീ ഓഫായിക്കാണ്ട് എടുത്താലും മതി. അങ്ങനെ നമുക്ക് കോരിയെടുക്കാം. ഇത് കോരിയെടുത്ത് നമ്മൾ തണുത്ത ശേഷം വേണ്ടത് മിക്സിൻ്റെ ജാറിലിട്ട് കാണാൻ നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മളിത് അരച്ചെടുക്കണം. നമ്മൾ അതേ ചട്ടി വെച്ച് കാണ്ട് തന്നെയാണ് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ച ചുവന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. പച്ച ചുവക്കെ മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവാള അരിഞ്ഞതും ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ സവാളയൊക്കെ നല്ലതുപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കണം. നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് സവാളയും ഒക്കെ നല്ലതുപോലെ ഒന്ന് വഴഞ്ഞ് കിട്ടുന്നവരെ നമുക്കൊന്ന് നിൽക്കാം. അത് എല്ലാം വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചിക്കൻ മസാല കൂട്ടിയപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പാകത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതിൻ്റെ പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ കരിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മളത് പച്ചച്ചുവയൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കോഴി മഞ്ഞളും ഉപ്പും ചേർത്ത് കൊടുത്ത് നമ്മൾ പുരട്ടി വെച്ചത് ചേർത്ത് കൊടുക്കുക.
നമ്മളെല്ലാതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് നമ്മൾ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഗ്രേവി ആയിട്ടല്ല കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ചിക്കൻ വേകാനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങൂലേ, അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് കൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കണം. നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വേവിച്ചെടുക്കാം. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടില്ല, നമ്മൾ തേങ്ങയും വറ്റൽമുളകും മല്ലിയും ജീരകമൊക്കെ ഇട്ട് മൂപ്പിച്ച് വെച്ചത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് കാണ്ട് നമുക്ക് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം അരച്ചെടുക്കാൻ. നമ്മൾ ചിക്കന് 3/4 വേവായിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സാക്കി എടുക്കാം. ഈ അരപ്പൊക്കെ ചേർത്തിട്ട് നമ്മളൊരു 5 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ചുകൊണ്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുക. ആ ഗ്രേവിയൊക്കെ ഒന്ന് അതിമേലൊന്ന് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത ആ മസാലയൊക്കെ ഒന്ന് അതിമേലൊന്ന് ചിക്കൻ മേലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്ന വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടാണ് നമുക്കൊന്ന് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളെ എണ്ണയൊക്കെ ഒന്നിങ്ങനെ തെളിഞ്ഞു വരും. കണ്ടോ, എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത്. എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നമ്മളിത് ഇതിലേക്ക് കരിവേപ്പിലയും മല്ലിച്ചെപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ചൊരു സ്പൂണ് പച്ച വെളിച്ചെണ്ണ കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നൊരു നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെ നമുക്ക് കിട്ടും. വേറെ ലെവൽ തന്നെ ആവും നമ്മളെ ചിക്കന്. അങ്ങനെ നമ്മൾ ചിക്കൻ ചെട്ടിനാട് റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മളെപ്പോഴും ഒരേപോലെ ചിക്കൻ കറി ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴൊന്നും മാറ്റി പിടിച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ. നല്ല ഗ്രേവി ആയിട്ട് നല്ല ചപ്പാത്തിക്കും പൊറാട്ടയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും. നമ്മളെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.